ഒരുപാട് പേഷ്യൻസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ചോയ്സ് ബൈപ്പാസ്സാണ് പറയുക. ഇപ്പോൾ ചില പേഷ്യൻസ് ബൈപ്പാസ് പേടിയല്ല, തുറന്ന സർജറിയാണ്, ഓപ്പറേഷൻ അനസ്തീഷ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങൾ അതിൻ്റെ പിന്നെ ഇൻഫെക്ഷൻ വരാം, അതിൻ്റെ കുറേ പേടിച്ചിട്ട് ബൈപ്പാസ് പേടിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, എല്ലാവരും ബൈപ്പാസ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, അശാസ്ത്രീയമായ വേറെ കുറേ ചികിത്സയിലോട്ട് പോയി അവസാനം എന്ത് ചെയ്യും, ഹാർട്ട് വീക്കായി പമ്പിങ് കുറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഡെത്താവും, അല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും അഡ്മിഷനായിട്ട് വരും. അങ്ങനെ ഏത് കാരണം കൊണ്ടാണോ ആ ബൈപ്പാസ് പറഞ്ഞത്, അത്തരം ബ്ലോക്കുകളെ ഇങ്ങനത്തെ പേഷ്യൻസ്, ബൈപ്പാസിൽ സമ്മതമില്ലാത്ത പേഷ്യൻസിനെ ആ ബ്ലോക്കുകൾ നമ്മൾ നൂതന ഒരു അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റുക എന്നുള്ളതാണ് ഈ ടെക്നിക്ക്. അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി എന്നാണ് അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് പ്രത്യേകമായിട്ട് 4 തരം. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറയുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് ശരിക്കും, ഓപ്പറേഷൻ ഇല്ലാത്ത പ്രൊസീജിയറാണ്. പക്ഷേ അതിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. പ്രധാനമായിട്ടും 4 തരം ബ്ലോക്കുകളാണ് ബൈപ്പാസിന് പറയുക. ഒന്നിൽ CT എന്ന് പറയുന്നത് ക്രോണിക് ഓപ്പറേഷൻ. സാധാരണ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് വന്നാൽ ഹാർട്ട് മൊത്തം അടയും. അത് ശരിക്കും സോഫ്റ്റ് ആയ സാധനം. അപ്പം സാധാരണ പേഷ്യൻ്റ് പറയുന്നത് നമ്മൾ സിമെൻറ്റ് ഇട്ട് പോലെ എന്ന് പറയും. ഒരു സിമെൻറ്റ് ഇട്ട് അന്ന് പൊടിക്കാൻ സുഖം, അല്ലെ വെറലോണ്ടിനെ പൊടിച്ചു. പക്ഷേ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഉറച്ച് കയറും. ചില ബ്ലോക്കുകൾ അത് അടഞ്ഞ് നമ്മൾ അറിയാതെ പോയി, അത് വർഷങ്ങളായി, ചിലപ്പം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അറിയാം അങ്ങനത്തെ ബ്ലോക്കുകൾ. അത് പക്ഷേ അത്രയും ഹാർഡായിരിക്കും, കാൽഷ്യം മറ്റും അടഞ്ഞാൽ അത് സാധാരണ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തുറക്കാൻ കഴിയില്ല. അത്തരം ബ്ലോക്കുകൾ പലപ്പോഴും ബൈപ്പാസ്സാണ് പറയും. അപ്പോൾ അത്തരം ബ്ലോക്കുകൾ തുറക്കാനുള്ള CTO ആൻജിയോപ്ലാസ്റ്റികളുണ്ട്. അതന്നെ ഹൈ റിസ്ക് പേഷ്യൻസിന് ചിപ്പ് CTO എന്ന് പറയും. അത്രയും ആൻജിയോപ്ലാസ്റ്റികൾ അതാണ് ഒരു മെത്തഡായിട്ട് ചെയ്യുന്നത്. അത് ആദ്യം കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ വലതുവശത്ത് രക്തക്കോയിലാണ്. അത് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഈ ഭാഗത്ത് 100% അടഞ്ഞെടുക്കുക. ഈ രക്തക്കോയിൽ ശരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് പോയി 2ആയിട്ട് മാറുക ചെയ്യുക. ഈ രക്തക്കോയിലാണ് ഹാർട്ടിനും പിടിപ്പിനെല്ലാം പ്രധാന രക്തക്കോയിൽ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് രക്തക്കോട്ടൊന്നും കാണുന്നില്ല, രക്തക്കോയിലെ കാണുന്നില്ല. ഇത് 5 വർഷം പഴക്കമുള്ള ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് സാധാരണ ആൻജിയോപ്ലാസ്റ്റി തുറക്കാൻ കഴിയില്ല. ഇതിന് നമ്മൾ നൂതനമായ വയറുകളുണ്ട്, സ്പെഷ്യലായിട്ടുള്ള വയറുകൾ ബലൂണുകൾക്ക് ഉപയോഗിച്ച് തുറന്നിട്ട് നമ്മൾ എത്തുക. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് പോവുക ചെയ്യുക. സാധാരണ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആൻജിയോപ്ലാസ്റ്റി എമർജൻസി ആൻജിയോപ്ലാസ്റ്റി 15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് CTO ആൻജിയോപ്ലാസ്റ്റിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കണം. അത് അതിൻ്റേതായ ഡെഡിക്കേഷൻ വരണം. പലപ്പോഴും നമ്മൾ ടീമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ രാത്രി അത് ചെയ്യാറ്, വലിയ ഒരുമിച്ച് ചെയ്യും. അത് സപ്പോർട്ടീവായിട്ടെല്ലാം വെച്ച് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിക്കൊണ്ടാണ് ചെയ്യുക. അതിന് കുറേ മെത്തേഡുകളാണ്. ഈ ലാർജ് സ്പേസിൽ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണോ അത്രയും നല്ല ഹാർഡായി കിടക്കാൻ, ബ്ലോക്ക് അറിയാതെ കിടന്ന് അത് അത്ര ഹാർഡാണ്. മൊത്തം അത്ര കാൽഷ്യം പോലെ ബ്ലോക്കാണ്. അത് തുറന്ന് ഉണ്ടാക്കാൻ അത് സമയമെടുത്തതാണ് നമ്മൾ തുറന്ന് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതാണ്. രക്തക്കോയിലുണ്ട്, നമ്മൾ നേരത്തെ ഒന്നും കാണാണ്ടായിരുന്നില്ല, നമ്മൾ ഇത്രേ കാണുന്നുള്ളൂ. ഇപ്പോൾ അത് ഫുള്ള് തുറന്ന് ഇത്രയും ഭാഗത്തെ രക്തക്കോയിലാണ് ആൾക്ക് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്തെ മസിലുകൾ ശരിക്കും ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കീർണമായിട്ട് കിടക്കുകയായിരുന്നു. അത് നമ്മളിപ്പോൾ ശരിക്കും ബൈപ്പാസ് ഇല്ലാത്തതിനെ പുറന്ന് ഫുൾ നോർമലായി മാറ്റി. ഇതാണ് ഒരു CTO ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇതാണ് ഒരു ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് നമ്മൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റിനെക്കാട്ടിലും 4-5 ഇരട്ടി സമയമെടുക്കും. അതിന് 4-5 ആൻജിയോപ്ലാസ്റ്റിയുടെ വയറുകൾ ബലൂണുകളൊക്കെ ഉപയോഗിക്കണം. ടീമായിട്ട് ഒരു ടീം ആയിക്കൊണ്ട് ഇത്രയും ആൻജിയോപ്ലാസ്റ്റികൾ നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ വിഭാഗം ബൈപ്പാസ് പറയുന്നത് കാൽഷ്യം ബ്ലോക്കുകളാണ്. സാധാരണ കൊളസ്ട്രോൾ ബ്ലോക്കുകൾ നമ്മൾ കേൾക്കാറ്. കാൽഷ്യം ബ്ലോക്കുകളുണ്ടാവും, അത്ര ഹാർഡായിട്ടുള്ള മൊത്തത്തിൽ അത് ഫുൾ അടയാത്ത കാൽഷ്യം ബ്ലോക്കുകൾ. അത് സാധാരണ ബലൂൺ കൊണ്ട് പൊടിക്കാൻ കഴിയില്ല. കാരണം ബലൂൺ വികസിപ്പിക്കുന്ന ബലൂൺ പൊട്ടിക്കൊണ്ട് അത് നിൽക്കും. അപ്പോൾ അത്തരം കാൽഷ്യം ബ്ലോക്കുകൾ മാറ്റാനുള്ള ഡ്രില്ലറുകളുണ്ട്, ഡയമണ്ട് ഡ്രില്ലർ, റോട്ടാ അബ്ലേഷൻ എന്നൊക്കെ പറയും നമ്മൾ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെറിയൊരു വയറാണ്, ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഡയമണ്ട് കട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ രക്തക്കോയിലൂടെ പോയിക്കൊണ്ട് ഇതിങ്ങനെ ഡ്രില്ലിങ് റൊട്ടേറ്റ് ചെയ്ത് കാൽഷ്യം എല്ലാം പൊടിച്ച് കളഞ്ഞ് എത്ര ഹാർഡ് കാൽഷ്യം പൊടിച്ച് ക്ലീനാക്കി ആൻജിയോപ്ലാസ്റ്റി നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറായി കാണണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ഒരു വയറാണ് ഇതിങ്ങനെ നമ്മൾ വലുതായി കാണിക്കുക. ഹാർട്ട് കുഞ്ഞതാണ്. ഇത് പോയിട്ട് എല്ലാ കാൽഷ്യം പൊടിച്ച് ഡ്രില്ല് ചെയ്ത് പൊടിച്ച് കളയും. ഈ സമയത്ത് ഹാർട്ട് സേഫായിരിക്കാനും പേഷ്യൻറ്റിനെ സ്റ്റേബിളായിരിക്കാനും നമ്മളൊരു വയറിട്ട് വയ്ക്കും, ടെമ്പററി പേസ് മേക്കർ. അങ്ങനെ നമ്മൾ ചെയ്യാറും. കോംപ്ലക്സ് കാര്യങ്ങൾ എപ്പോഴും സേഫ് ആയിക്കൊണ്ടാണ് ചെയ്യാൻ കഴിയുക. ഇതാണ് ഒന്നുള്ളത്. വേറെ ഒന്ന് ബൈഫർക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരു ജംഗ്ഷണൽ ബ്ലോക്ക്, ഇപ്പോൾ 2 ബ്ലോക്കുകൾ ജംഗ്ഷനിലാണെങ്കിൽ ഒന്ന് നമ്മൾ വികസിപ്പിക്കും, മറ്റേത് ഓട്ടോമാറ്റിക്കലി അടയും, അല്ലേ? അതാണ്. അപ്പോൾ അത് അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബലൂൺ നമ്പർ എന്ന് പറയും. ഒരു ബ്ലോക്ക് മാറ്റുമ്പോൾ മറ്റേത് അറിയാൻ വേണ്ടി അവർ ബലൂൺ വെച്ചിട്ട് അത് അടയാതിരിക്കാൻ വേണ്ടി നോക്കും. അതല്ലെങ്കിൽ രണ്ട് സ്റ്റെൻറ്റുകൾ വെച്ചിട്ട് ബൈഫർക്കേഷൻ ടെക്നിക്ക്. ഇതെല്ലാം ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഹൈ ലെവൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ഭാഗം ഹാർട്ടിൻ്റെ മെയിൻ രക്തക്കോയിലുണ്ട്, ലെഫ്റ്റ് മെയിൻ എന്ന് പറയും. അവിടെ നിന്നാണ് ഹാർട്ട് ലെഫ്റ്റ് 2ആയിട്ട് മാറുക. അവിടെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതും ബൈപ്പാസ്സാണ് പറയും.
അത് നമ്മൾ ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞിട്ട് വേറെ തന്നെ ഹൈ ലെവൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ആക്യുറസിയും പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഐവസ് ക്യാമറകളുണ്ട്, ഐവസ് ഓസിറ്റി എന്ന് പറയും. കുഞ്ഞു കുഞ്ഞു വയർ ക്യാമറകൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലോക്ക് ഫുള്ളായി മാറിയിട്ടുണ്ടോ, എത്ര സൈസായി, കംപ്ലീറ്റ് നമുക്കറിയാവുന്ന പുതിയ പുതിയ അഡ്വാൻസ് ഇൻസ്ട്രുമെൻറ്റ്സാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈപ്പാസിന് പകരമുള്ള ഹാർഡായ ബ്ലോക്കുകൾ, അടഞ്ഞ ബ്ലോക്ക് ആണെങ്കിലും കാൽഷ്യം കൊണ്ട് ബ്ലോക്ക് ആണെങ്കിലും എത്ര കോംപ്ലക്സ് ആണെങ്കിലും അത് നമ്മൾ സാധാ ഓപ്പറേഷൻ ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴിക്ക് പക്ഷേ ഒരു ടൈം ഡെഡിക്കേഷൻ സ്കില്ല് കൊണ്ട് അങ്ങനെ ചെയ്ത് നമ്മൾ ഏതെങ്കിലും 1000 മേലെ കേസുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇതാണ് അല്ലേ, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ബൈപ്പാസ് പറഞ്ഞു, പേഷ്യൻ്റ് ബൈപ്പാസിന് ഓക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ വരുന്നില്ല. പക്ഷേ ഡോക്ടർ ബൈപ്പാസ് പറഞ്ഞു, ഡോക്ടേഴ്സ് എല്ലാവരും ബൈപ്പാസാണ് പറയുന്നത്, നെഞ്ഞ് തുറന്നിട്ടുള്ള ഓപ്പറേഷന് പേഷ്യൻ്റ് റെഡിയല്ല, അയാൾക്ക് പേടിയാണ്, എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് എന്നാൽ ബൈപ്പാസിനോളം പോലെ ഗുണം കിട്ടുന്ന റിസൾട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്തു കൊടുത്ത് അവർ ആ പ്രയാസത്തിൽ നിന്ന് ഊരിക്കൊടുക്കുന്നത്.